ജീവിതം പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊച്ചു കൂട്ടുകാരെ, നിങ്ങളുടെ ആനുവൽ എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കൊച്ചു കൂട്ടുകാരെല്ലാം പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ കൂട്ടുകാരെ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് പുള്ളിമാൻ നമ്മോട് എന്ത് കഥയായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കാട്ടിലെ കൂട്ടുകാർ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നമുക്കെല്ലാവർക്കും സഹോദരന്മാരുണ്ടല്ലേ? നമ്മൾ അവരോട് വഴക്കിടാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നോട് ക്രൂരത ചെയ്ത തന്റെ സഹോദരന്മാരോട് സ്നേഹിച്ച് ക്ഷമിച്ച ഒരാളെ പറ്റി ഇന്ന് കേട്ടാലോ. യാക്കോബിന്റെ 12 മക്കളിൽ ഇളയവനായിരുന്നു ജോസഫ്. യാക്കോബിന് ജോസഫിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫിന് നീണ്ട കൈനീളമുള്ള വസ്ത്രങ്ങളെല്ലാം യാക്കോബ് കൊടുത്തിരുന്നു. പക്ഷേ സഹോദരന്മാർക്ക് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. അവർക്ക് അവനോട് വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. ജോസഫിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഇല്ല. ജോസഫിന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നു. ഒരിക്കൽ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിച്ച് തന്റെ സഹോദരന്മാരോട് ജോസഫ് പറഞ്ഞു. പക്ഷെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം സഹോദരന്മാർക്ക് അത്ര പിടിച്ചില്ല. അവർക്ക് അവരോടുള്ള ദേഷ്യം വർദ്ധിച്ചു വന്നു. ഒരിക്കൽ തന്റെ മക്കളെയെല്ലാം യാക്കോബ് വയലിലേക്ക് അയച്ചു. ആ വയലിൽ വെച്ച് തന്റെ സഹോദരനെ ഇല്ലായ്മ ചെയ്യാൻ സഹോദരന്മാർ പദ്ധതിയിട്ടു. അങ്ങനെ ജോസഫിനെ സഹോദരന്മാരെല്ലാവരും കൂടി ഒരു പൊട്ടക്കിണറിൽ തള്ളിയിട്ടു. എന്നിട്ടെന്താ സംഭവിച്ചേ? ഈ പൊട്ടക്കിണറിൽ തള്ളിയിട്ടിട്ട് ഒരു കാര്യവുമില്ലെന്നറിഞ്ഞ സഹോദരന്മാർ അതിലെ വന്നവർക്ക് ജോസഫിനെ വിറ്റു. അവർ ഈജിപ്തിലേക്ക് പോയി ജോസഫിന് പോത്തിഫറിന് കൈമാറി. ഈ സമയം യാക്കോബിനെ ജോസഫിന്റെ വസ്ത്രങ്ങളിൽ ചോര പുരട്ടി സഹോദരന്മാർ കാണിച്ചു. തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചുവെന്നറിഞ്ഞപ്പോൾ യാക്കോബിന് വളരെയധികം സങ്കടമായി. ദൈവം എപ്പോഴും ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫിന് ആദ്യകാലങ്ങളിൽ ഈജിപ്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം പോത്തിഫറിന്റെ ഭാര്യ ജോസഫിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി. പിന്നീട് ജയിലിൽ കിടന്ന് ജോസഫ് സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. 2 വർഷങ്ങൾക്ക് ശേഷം ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആർക്കും സാധിച്ചില്ല. ഏതായിരുന്നു ആ സ്വപ്നം? ജോസഫിനെ പറ്റി കേട്ടറിഞ്ഞ ഫറവോ ജോസഫിനെ വിളിച്ചു വരുത്തി തന്റെ സ്വപ്നം പറഞ്ഞു. സ്വപ്നം കേട്ടതും ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്വപ്നം ഇതായിരുന്നു: ഈ വരുന്ന 7 വർഷങ്ങളിൽ ഈജിപ്ത് രാജ്യത്ത് സുഭിക്ഷത്തിന്റെ കാലമായിരിക്കും. പിന്നീട് വരുന്ന 7 വർഷം ഈജിപ്തും കൂടാതെ ലോകമെമ്പാടും ഒരു വലിയ ക്ഷാമം നേരിടും. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ജോസഫ് ഫറവോയോട് ആവശ്യപ്പെട്ടു. താമസിയാതെ തന്നെ ഈജിപ്ത് രാജ്യത്ത് സുഭിക്ഷത്തിന്റെ കാലമായി. ജോസഫിന്റെ നേതൃത്വത്തിൽ ഫറവോയും കൂടെയുള്ള ആളുകളും ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചു. എന്തിനു വേണ്ടിയായിരിക്കും? ക്ഷാമകാലത്ത് നേരിടുന്നതിനായിട്ട്. ജോസഫിന്റെ ജോലിയിൽ രാജാവ് സംതൃപ്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫിനെ രാജ്യത്തിന്റെ അധികാരിയാക്കി ഫറവോ നിയമിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം ലോകമെമ്പാടും ക്ഷാമം നേരിട്ടു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഈ സമയം യാക്കോബ് ഈജിപ്ത് രാജ്യത്ത് ധാന്യങ്ങൾ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്റെ മക്കളെ ഈജിപ്ത് രാജ്യത്തേക്ക് അയച്ചു. തന്റെ സഹോദരന്മാർ ജോസഫിന്റെ അടുക്കൽ ചെന്ന് ധാന്യം ആവശ്യപ്പെട്ടു. സഹോദരന്മാരെ കണ്ടതും ജോസഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷെ സഹോദരന്മാർക്ക് ജോസഫിനെ മനസ്സിലായില്ല. തന്റെ സഹോദരന്മാർ ചെയ്ത കുറ്റം എന്താണെന്ന് അവർ തിരിച്ചറിയണമെന്ന് ജോസഫ് ആഗ്രഹിച്ചു. അത് ജോസഫ് ചെയ്യുകയും ചെയ്തു. പിന്നീട് സഹോദരന്മാർ അവരുടെ തെറ്റു മനസ്സിലാക്കിയപ്പോൾ ജോസഫ് അവരോട് ക്ഷമിച്ച് അവരോടൊത്ത് ഒരുമിച്ച് കഴിഞ്ഞു. തന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ യാക്കോബിന് വളരെയധികം സന്തോഷമായി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും നമ്മൾ അവരോട് ക്ഷമിക്കണം. അതെ, നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും
നമ്മൾ അവരോട് ക്ഷമിക്കണം. ജോസഫിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിച്ച് ക്ഷമിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. അടുത്തയാഴ്ച വേറൊരു കഥയുമായി നമുക്ക് കാണാം. കൊച്ചു കൂട്ടുകാരെ, പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖയും. കുസൃതി കൊടുക്കിയ അന്നമോളുടെ ഇന്നത്തെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അന്നമോളും കാവൽ മാലാഖയും. ഹായ് മാലാഖേ. ഹായ് അന്നമോളെ. ആട്ടെ, ഇന്നെന്താ എന്റെ അന്നമോളുടെ സംശയം? ആരാ മാലാഖേ ഈ കണക്കുകൾ കണ്ടുപിടിച്ചത്? ഗണിതശാസ്ത്രത്തിന്റെ അടിത്തറ പാകിയത് നമ്മൾ ഭാരതീയരാണ്. ആഹാ. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ 0 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകളും ഭാരതീയര അന്നമോളെ കണ്ടുപിടിച്ചത്. ആണോ മാലാഖേ? സംഖ്യകൾക്കുള്ള പേരുകൾ ലോകത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഋഗ്വേദത്തിലാ. സംഖ്യകൾക്ക് ആദ്യമായി പേരുകൾ നൽകിയതാവട്ടെ മേധാതിഥി എന്ന ഋഷിവര്യനും. ലോകത്തിലെ ആദ്യത്തെ ഗണിത ശാസ്ത്രജ്ഞനാണ് മേധാതിഥി. 1 മുതൽ 1 ബില്യൺ വരെയുള്ള സംഖ്യകൾക്ക് ആദ്യമായി പേരുകൾ നൽകിയതും മേധാതിഥി അന്നമോളെ. അത് കൊള്ളാമല്ലോ. അങ്ങനെ ഒത്തിരി ഗണിത ശാസ്ത്രജ്ഞന്മാർ പണ്ടുകാലത്ത് നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവരെ ആരൊക്കെയാ മാലാഖേ? ആര്യഭടൻ, വരാഹമിഹിരൻ, ഭാസ്കരാചാര്യൻ, സംഗമഗ്രാമമാധവൻ, വടശ്ശേരി പരമേശ്വരൻ, ബ്രഹ്മഗുപ്തൻ, പുതുമന ചോമാതിരി ഇവരൊക്കെ പണ്ടത്തെ നമ്മുടെ ഗണിത ശാസ്ത്രജ്ഞന്മാരായിരുന്നു അന്നമോളെ. ഇവരെ കുറിച്ചൊക്കെ എനിക്ക് മാലാഖ പറഞ്ഞു തരാമോ? അതിനെന്താ അന്നമോളെ? ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കാവുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. AD 478 ആണ് ആര്യഭടന്റെ ജനനം. പ്രാചീന ഭാരതത്തിലെ പ്രഗത്ഭനായ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു ആര്യഭടൻ. തന്റെ 23ാമത്തെ വയസ്സിലാണ് ആര്യഭടീയം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ബീജഗണിതത്തിലെ പല നിയമങ്ങൾക്കും രൂപം നൽകിയതും അക്കങ്ങളുടെ സ്ഥാനവില കണ്ടെത്തിയതും ആര്യഭടനാണ്. വർഗമൂലവും ഘനമൂലവും കണ്ടെത്താനുള്ള മാർഗം ആര്യഭടൻ വിശദീകരിച്ചു. കൈയുടെ ഏകദേശ മൂല്യം 3.146 ആണെന്നും ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നുണ്ടെന്നും ആദ്യം കണ്ടെത്തിയതും ആര്യഭടനാ. ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കിയ ആര്യഭടൻ ഗ്രഹങ്ങളുടെ സ്ഥാനക്രമം നിർണയിക്കുന്നതിലും വിജയിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ആര്യഭടന പഞ്ചാംഗം കണ്ടുപിടിച്ചത്. അപ്പൊ ബാക്കിയുള്ളവരോ? AD 5-6 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന ഗണിത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു വരാഹമിഹിരൻ. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഉജ്ജയിനിക്കടുത്ത അവന്തിയിൽ ജനിച്ച അദ്ദേഹം ബൃഹത് ജാതകം, പഞ്ചസിദ്ധാന്തിക, സാമസംഹിത എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. ജ്യോതിഷത്തിൽ ഭാരതത്തിലുണ്ടായ ഏറ്റവും ആധികാരിക ഗ്രന്ഥം വരാഹമിഹിരന്റെ ബൃഹത് ജാതകമായിരുന്നു അന്നമോളെ. ഭാരതത്തിന്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് ഭാസ്കരാചാര്യൻ. ലീലാവതി എന്ന അമൂല്യ ഗ്രന്ഥത്തിലൂടെയാണ് ഭാസ്കരാചാര്യൻ ലോകപ്രശസ്തനായത്. ലീലാവതിയോ? ലീലാവതി എന്ന പെൺകുട്ടിക്ക് ഗണിത പാഠങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ഭാസ്കരാചാര്യൻ ലീലാവതി രചിച്ചത്. അത് കൊള്ളാമല്ലോ മാലാഖേ. മടുപ്പിക്കുന്ന ഗണിത സിദ്ധാന്തങ്ങൾ ആസ്വാദ്യകരമായ രീതിയിൽ വായനക്കാരന്റെ മനസ്സിലെത്തിക്കാൻ ഭാസ്കരാചാര്യന് ലീലാവതിയിലൂടെ സാധിച്ചു. കരണ കുതൂഹലം, ബീജഗണിതം, വാസനാഭാഷ്യം, സിദ്ധാന്ത ശിരോമണി എന്നീ ഗ്രന്ഥങ്ങളും ഭാസ്കരാചാര്യന്റേതാ. കരണത്തിൽ ഛേദം 0 ഫലം അനന്തമായിരിക്കുമെന്ന് ഭാസ്കരാചാര്യൻ തെളിയിച്ചു. കൂടാതെ ബീജഗണിത സമവാക്യങ്ങളിലെ നിർദ്ധാരണ രീതികളെക്കുറിച്ചും ബഹുഭുജങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഭാസ്കരാചാര്യൻ അന്നേ പറഞ്ഞു വെച്ചിരുന്നു അന്നമോളെ. അതെ അന്നമോളെ, അന്നമോളെ അന്വേഷിച്ച് മമ്മി ദൂരക്കൂടെ വരുന്നുണ്ട്. എനിക്ക് എന്റെ അന്നമോൾ വേഗം മമ്മിയുടെ അടുത്തേക്കും പോയിക്കോട്ടോ. ശരി മാലാഖേ. ബൈ അന്നമോളെ. ബൈ മാലാഖേ. കൊച്ചു കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് രാഗസങ്കീർത്തനം. ഇന്ന് രാഗസങ്കീർത്തനത്തിൽ ജിയോനെ ഏത് സങ്കീർത്തനമായിരിക്കും ആലപിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? രാഗസങ്കീർത്തനം. ഞാൻ കർത്താവിൽ അഭയം തേടുന്നു, പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന്
നിങ്ങൾക്കെന്നോട് എങ്ങനെ പറയാൻ കഴിയും? നിഷ്കളങ്ക ഹൃദയരെ, ഇരുട്ടത്തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലച്ച് അമ്പു തൊടുത്തിരിക്കുന്നു. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാദ്രഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. കൊച്ചു കൂട്ടുകാരെ, ജീവന പാടിയ സങ്കീർത്തനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല രസമുണ്ടായിരുന്നല്ലേ അത് കേൾക്കാൻ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് വായനശാല. ഇന്ന് വായനശാലയിൽ ഏഞ്ചൽ ഏത് പുസ്തകമായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? വായനശാല. കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി എന്ന പുണ്യവാന്റെ ജീവചരിത്രത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഫാദർ സേവ്യർ ഖാൻ വട്ടായിലാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മറാനത്ത മീഡിയ സെന്റർ ആണ്. 1795 ഏപ്രിൽ 21 പീറ്റർ പള്ളോട്ടി, മേരി ദി റോസി എന്നീ ദമ്പതികളുടെ മകനായി വിൻസെന്റ് അലോഷ്യസ് ഫ്രാൻസിസ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. ദിവ്യബലിയിൽ സംബന്ധിക്കുക അവന് ആഹ്ലാദകരമായ കാര്യമായിരുന്നു. നൈസർഗികമായ ഒരു പുഞ്ചിരി ആ മുഖത്ത് എപ്പോഴും നിഴലിച്ചിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിലെ മാതൃസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: പ്രിയപ്പെട്ട അമ്മേ, എന്നെ ഒരു നല്ല കുഞ്ഞാക്കണേ. ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്താൻ കഷ്ടപ്പെടുന്ന വിൻസെന്റിനോട് അവന്റെ അമ്മ പറഞ്ഞു: കുഞ്ഞെ, നീ പരിശുദ്ധാത്മാവിന് ഒരു നൊവേന കഴിക്കുക. നിന്റെ ബുദ്ധിക്ക് പ്രകാശം ലഭിക്കും, പഠനത്തിൽ വിജയിക്കും. അമ്മയുടെ നിർദ്ദേശപ്രകാരം അവൻ അങ്ങനെ ചെയ്തു. അത്ഭുതം! അവന്റെ ബുദ്ധിയുടെ മാന്യമെല്ലാം മാറി. അവൻ പടിപടിയായി ഉയർന്ന് ക്ലാസ്സിൽ ഒന്നാമനായി. പിന്നീട് ഒരിക്കലും അവന്റെ ബുദ്ധി കുറവിനെയോർത്ത് അവൻ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. 16-ാം വയസ്സിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി. ഇനി ഒരു സന്യാസ ജീവിതം ആശ്ലേഷിക്കണം എന്നതായിരുന്നു വിൻസെന്റിന്റെ ആഗ്രഹം. അങ്ങനെ വിൻസെന്റ് ഒരു സെമിനാരി വിദ്യാർത്ഥിയായി. റോമൻ കോളേജിൽ ചേർന്ന് പ്രഭാഷണകലയും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠനം ആരംഭിച്ചു. കാനൻ നിയമം, സഭാചരിത്രം, വിവിധ പൗരസ്ത്യ ഭാഷകൾ, സാമൂഹ്യശാസ്ത്രം എന്നിവയിൽ അവൻ പ്രാവീണ്യം നേടി. 1818 മെയ് 16 വിൻസെന്റ് വൈദിക പട്ടം സ്വീകരിച്ചു. റോമിലെ ഏറ്റവും നല്ല ഇടവകയായ സാൻ മാർക്കോയുടെ വികാരിയായി 1835 അദ്ദേഹം നിയമിതനായി. തന്റെ ഇടവകയിലെ ചിലരുടെ എതിർപ്പുകൾക്കിടയിലും അദ്ദേഹം പലതരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇടവകയിൽ നടത്തിപ്പോന്നു. മരിയഭക്തനായ വിൻസെന്റിന്റെ പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ചിലതായിരുന്നു ജയിലിലെ പ്രേക്ഷിതത്വവും കോളറ രോഗത്തിനെതിരെ ജപമാല പ്രദക്ഷിണവും. ശക്തമായ പനി ബാധിച്ച് 1850 ജനുവരി 22-ാം തീയതി രാത്രി 9:45 വിൻസെന്റ് പരലോക പ്രാപ്തനായത്.
1852 തന്നെ നാമകരണ പദ്ധതികൾ ആരംഭിച്ചു. 1963 ജനുവരി 20 യോഹന്നാൻ 23 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചു. റോമിന്റെ അപ്പസ്തോലൻ, അഖില ലോക പ്രേഷിത വര്യൻ, കുടുംബത്തിലെ മാലാക, നിത്യനഗരിയിലെ അപ്പസ്തോലൻ, കത്തോലിക്ക പ്രേഷിതത്വത്തിന്റെ മുന്നോടി എന്നീ പേരുകളിലെല്ലാം വിശുദ്ധ വിൻസെന്റ് അറിയപ്പെട്ടു. കൊച്ചുകൂട്ടുകാരെ, വിശുദ്ധ വിൻസെന്റ് പുണ്യവാന്റെ ജീവചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. ഇന്ന് കളിയരങ്ങിൽ ആരായിരിക്കും വരാൻ പോകുന്നത്? എന്തായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കളിയരങ്ങ്. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ. സ്നേഹം ക്രൂശിൽ സ്തുതികൾ പാടും നാവിൽ ഈശോ തേങ്കണമായി. സ്തുതികൾ പാടും നാവിൽ ഈശോ തേങ്കണമായി. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ. കുഞ്ഞുനാളിൽ ഉള്ളിൽ ഈശോ വന്നിൻ, നാവിൻ തുമ്പിൽ സ്നേഹം വാഴ്ത്തി മെല്ലെ. കുഞ്ഞുനാളിൽ ഉള്ളിൽ ഈശോ വന്നിൻ, നാവിൻ തുമ്പിൽ സ്നേഹം വാഴ്ത്തി മെല്ലെ. ഈശോയെ നെഞ്ചിൽ ചേരുന്ന കുഞ്ഞാടാകാൻ എന്നും പ്രാർത്ഥിച്ചു. സ്നേഹം പകരും വിത്തിൽ ദൈവം വാണിടുന്നു. സ്നേഹം പകരും വിത്തിൽ ദൈവം വാണിടുന്നു. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ.
സ്തുതികൾ പാടുന്നാവിൽ ഈശോത്തെ കാണമാ ദിവ്യ കാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ. കൂട്ടുകാരെ, ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റാണ് സന്തോഷ ജന്മദിനം. ഈ ആഴ്ച ആരൊക്കെയാണ് ജന്മദിനം ആഘോഷിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സന്തോഷ ജന്മദിനം. ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ. എങ്കിൽ കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ വാർത്തയിലെ താരത്തെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. വാർത്തയിലെ താരം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരു പ്രസംഗമാണ് പറയാൻ പോകുന്നത്. വിശുദ്ധ എവോപ്രാസ്യ സക്രാരിയുടെ കാവൽക്കാരി. വിശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ. ഈ മഹനീയ സത്യത്തെ ഉൾക്കൊണ്ട് ജീവിച്ച പുണ്യവതിയാണ് വിശുദ്ധ എവോപ്രാസ്യമ്മ. തിരുസന്നിധിയിൽ സ്നേഹജ്വാലയായി അണയാത്ത കിടവിളക്കായി കത്തിയിരിക്കുന്ന അമ്മ. ദൈവസ്നേഹത്തിന്റെ തീനാളങ്ങൾ അമ്മയുടെ കണ്ണുകളിൽ മിന്നുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അലിവും കനിവും നിറഞ്ഞ ആ അധരങ്ങളിൽ നിന്നും പൊഴിയുന്നത് ശാന്തി മാത്രം. വിലഞ്ഞൊടുങ്ങിയ ആ കരങ്ങളിൽ ചലിക്കുന്ന ജപമാല മണികൾ മാത്രം. എവിടെയും എപ്പോഴും ദൈവഹിതം കണ്ടെത്തി ദൈവത്തിനായി തന്റെ ഹൃദയം നിഷ്കളങ്കമായി മാറ്റിയ അമ്മ. ദൈവ തിരുസന്നിധിയിൽ എപ്പോഴും മന്ത്രിക്കും, കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ഹിതം എപ്പോഴും നിറവേറട്ടെ. പരിശുദ്ധ അമ്മയ്ക്കൊപ്പം സ്വർഗം താണിയിറങ്ങി വസിക്കുന്ന അനുഭവം അമ്മയിലുള്ളവായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണം ആനന്ദത്തിന്റെ തീവ്രമായ വൈകാരിക ഭാവങ്ങൾ സമ്മാനിക്കുന്ന അസാധാരണമായ നിമിഷങ്ങളാണ്. അത് അവളെ സഞ്ചരിക്കുന്ന സക്രാരിയാക്കി മാറ്റി. പരിശുദ്ധ തൃത്വത്തെ ധ്യാനിച്ച് വരപ്രസാദം നിറഞ്ഞു തുളുമ്പുന്ന മുഖവുമായി നിശബ്ദമായി കാലടികൾ വെച്ച് കണ്ണുകൾ താഴ്ത്തി കയ്യിൽ ചലിക്കുന്ന ജപമാലയുമായി നടന്ന അമ്മ. അവളാണ് ചലിക്കുന്ന സക്രാരി. ദിവ്യകാരുണ്യ സന്നിധി അവൾക്കെന്നും അഭയവും കോട്ടയുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ് തന്റെ ദിവ്യനാഥനെ പ്രണയിച്ചു. ഈ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. ആ ജപമാല മണികൾക്കൊപ്പം നമുക്കും അവളെ അനുകരിച്ച് മറ്റൊരു ചലിക്കും സക്രാരിയാവാം. നന്ദി. കൊച്ചുകൂട്ടുകാരെ, വാർത്തയിലെ താരത്തെ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടില്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ. അവസാനത്തെ സെഗ്മെന്റാണ് നിറക്കൂട്ട്. ഇന്ന് ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നിറക്കൂട്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതുപോലെ പടങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അയച്ചു തരാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033.
കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.